ഉണ്ടാക്കിയിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ മനസ്സ് പഴയ ഓർമ്മകളിലേക്ക് പോകും. ഞങ്ങളുടെ പഴയ ഓടിട്ട വീട്ടിൽ ആ പുക പിടിച്ച അടുപ്പിൽ തേക്കാത്ത അടുക്കളയിലിരുന്ന് ഉമ്മ അത് കുക്ക് ചെയ്യുന്നതും ഒരു നിക്കറിട്ടൊരു ചെറിയൊരു ചെക്കൻ ഇതുണ്ടാക്കി കഴിയാൻ വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് പഴയ മെമ്മറിയിലേക്ക്. സ്പൈസ് ആൻഡ് നട്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരുപാട് പേർക്ക് അറിയാവുന്ന മത്തങ്ങ പായസം അല്ലെങ്കിൽ ചക്കര മത്തൻ എന്നൊക്കെ വിളിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 300 ഗ്രാം മത്തങ്ങ കഴുകി വൃത്തിയാക്കി ഇതേപോലെ തൊണ്ട് കളഞ്ഞ് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ്, 200 ഗ്രാം ശർക്കര പൊടിച്ചെടുത്തത്, 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 3/4 കപ്പും 1 ടേബിൾ സ്പൂണും നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് 1/4 പാല്, 1 കപ്പ് കട്ടി കുറഞ്ഞ 2/2 പാല്, റൈസ് ബോളിന് വേണ്ടിയിട്ടുള്ള 1/2 കപ്പ് അരിപ്പൊടി, പത്തിരി ഇടിയപ്പം ഉണ്ടാക്കുന്ന ടൈപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, 1/2 കപ്പ് കുക്ക്ഡ് രാജ്മ അല്ലെങ്കിൽ വൻപയർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ജസ്റ്റ് കുക്കറിലിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുത്തതാണ്. ഈ ഒരു പരുവത്തിൽ ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ റൈസ് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3/4 കപ്പ് വെള്ളം, 1 നുള്ളി ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ശർക്കര. വെള്ളം നന്നായി തിളച്ച് വന്ന അതിലേക്ക് 3/4 കപ്പ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി ഇട്ട് ഉടനെ തന്നെ ഇളക്കുക. ഫ്ലെയിം നന്നായിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെക്കുകയും ചെയ്യുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കുക. 1 മിനിറ്റോളം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് അടച്ച് വയ്ക്കുക. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതേപോലെ നന്നായിട്ട് കുഴച്ച് ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. ഇനി ഒരു വലിയ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് കൊടുക്കുമ്പോൾ ഉരുട്ടി വെച്ച റൈസ് ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തിളച്ച വെള്ളത്തിലേക്ക് റൈസ് ബോൾസ് ഇട്ട് കൊടുത്താൽ ഇളക്കി കൊടുക്കരുത്. വെള്ളം നന്നായിട്ട് തിളച്ച് ഇത് വെന്ത് കഴിഞ്ഞാൽ ഓരോന്നും ഇതേപോലെ മുകളിലേക്ക് ഫ്ലോട്ടായിട്ട് വരും. ആ സമയത്ത് ഇത് അങ്ങനെ തന്നെ അടുപ്പത്ത് നിന്ന് കോരിയെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 കപ്പ് വെള്ളം, അതിൻ്റെ കൂട്ടത്തിൽ 300 ഗ്രാം ചെറുതായി കട്ട് ചെയ്ത് വെച്ച മത്തങ്ങ, അതിലേക്ക് 1 നുള്ളി ഉപ്പ്, ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കി വെള്ളം തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് അടച്ച് വെച്ച് മത്തൻ നന്നായി വെന്തതിന് ശേഷം ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഇതേപോലെ ഒന്ന് ഉടച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് കുക്ക് ചെയ്ത് മാറ്റി വെച്ച രാജ്മ അല്ലെങ്കിൽ വൻപയർ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് നല്ല ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 1 നുള്ളി ഉപ്പ്, 1 നുള്ളി ചുക്ക് പൊടിച്ച് കൂടി ഇട്ട് കൊടുക്കുക. ഇവിടെ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇത് അവസാനം സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അതിലേക്ക് ഇടാൻ പാടുള്ളൂ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3/4 കപ്പ് വെള്ളം, 200 ഗ്രാം പൊടിച്ച ശർക്കര നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ കുക്ക് ചെയ്ത് മാറ്റി വെച്ച മത്തനിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. മത്തനിലേക്ക് ശർക്കര ചേർത്ത് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് ഒരു 7 മിനിറ്റോളം ഇതൊന്ന് കുക്കാവുന്നത് വെയിറ്റ് ചെയ്യാം. പക്ഷേ ഇതിലേക്ക് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ബോയിൽ ചെയ്ത് മാറ്റി വെച്ച് റൈസ് ബോൾ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 2 മിനിറ്റിന് ശേഷം ഇതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചതും ചുക്ക് പൊടിച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം കട്ടിയുള്ള 1/4 പാൽ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. 1/4 പാൽ ചേർത്ത് പിന്നെ അടുപ്പത്ത് വെച്ച് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. പാത്രത്തിലേക്ക് സെർവ് ചെയ്യുമ്പോൾ മാത്രം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് രാജ്മ ചേർത്ത് കൊടുക്കുക. സാധനം അപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, അതേപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തൊരു ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും മറ്റൊരു വീഡിയോയും മറ്റൊരു വിഭവമായിട്ട് അടുത്ത ആഴ്ച വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.